ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പ്ലാവിൻ തൈ വിതരണം തിരൂർ. ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ന് നട്ട പ്ലാവ് നാളെയുടെ തണലും ഫലവും എന്ന പേരിൽ തൃക്കണ്ടിയൂർ നെറ്റ്വ റെസിഡൻസ് പരിധിയിലുള്ള 200ഓളം വീടുകൾക്ക് സൗജന്യമായി പ്ലാവിൻ തൈ വിതരണോദ്ഘാടനം തിരൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി നിർവഹിച്ചു. വാർഡ് കൗൺസിലർ കൂടിയായ യാസർ പൊട്ടച്ചോല അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ ലോക പരിസ്ഥിതി ദിന സന്ദേശം നൽകി. അഡ്വക്കേറ്റ് സെബീന പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൗൺസിലർ യാസർ പയ്യോളി, മുൻ കൗൺസിലർ കെ കെ സലാം മാസ്റ്റർ, നെറ്റ്വ പ്രതിനിധികളായ കെ കെ റസാഖ് ഹാജി, കെ സദി ദേവി, ബാസി തിരൂർ, ഷമീർ ബാബു, ഇ വി കുത്തുബുദ്ദീൻ, കെ കെ റഷീദ്, പി ഐ നാസർ, എൻ കമലം, എം മമ്മിക്കുട്ടി, ദാസൻ, ടി കെ മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. കൂടാതെ നെറ്റ്വ റെസിഡൻസിന്റെ സ്നേഹ സമ്മാനമായി ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓരോ പ്ലാസ്റ്റിക് കപ്പ് നൽകി. നമ്മളൊക്കെ ഇന്ന് വളരെ എളുപ്പത്തിൽ ഓരോ മരങ്ങളും പെട്ടെന്ന് വെട്ടി ഒഴിവാക്കി അവിടെ വേറെ എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു എൻ്റെ വീട്ടിൽ 2-3 തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങ് ആഹാരം തിരിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അച്ഛനും അത് വെട്ടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തെങ്ങ് വെട്ടിക്കളി എളുപ്പമാണ്. പക്ഷെ അത് തെങ്ങ് വെക്കാൻ പറ്റുമെന്ന് വെച്ച് വന്നിട്ടില്ല. ഒരു 15 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ ഒരു പൊതുപരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. 2 പരിപാടികളും ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ നമ്മുടെ പുസ്തക വിതരണം, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ താല്പര്യം ഉണർത്തിക്കൊണ്ടാണ് അത്തരത്തിൽ പുസ്തക വിതരണം നടന്നത്. തുടർന്ന് ഇന്ന് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് വാർഡ് നിവാസികളെ അതിൻ്റെ കാര്യം ബോധവൽക്കരിക്കുന്നതിനും അതനുസരിച്ച് തന്നെ ഈ ലോകത്ത് ഇതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ആ പരിശ്രമത്തിൽ നമ്മുടെ ഈ വാർഡിൻ്റെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വൃക്ഷത്തൈ വിതരണം കൂടിയാണ് ഇപ്പോൾ നടത്തുന്നത്. 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഇന്ന് തന്നെ നമ്മുടെ കൗൺസിലർ ആ ദിവസം തിരഞ്ഞെടുക്കുകയും അതിന് ഈ വാർഡിലെ ജനങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ പ്ലാവ് വിതരണം ചെയ്യാനുള്ള ഒരു ഏർപ്പാടാക്കി അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ന് പ്ലാവിൻ്റെ തൈ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അത് എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് എന്താ വെച്ചാൽ ഈ തൈ വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ പരിപാലിച്ച് ഈ പറഞ്ഞ സമയം കൊണ്ട് കായ ഉണ്ടാക്കിയിട്ട് ആ വിവരം കൂടി നമുക്കൊരു മീറ്റിംഗ് വെച്ചിട്ട് അറിയിക്കാൻ സാധിക്കണം എന്നും കൂടി ഞാൻ പറയുന്നു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്ന വേളയിൽ നമ്മുടെ വാർഡിലെ കൗൺസിലർ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വാർഡ് കൗൺസിലർ നമുക്ക് വേണ്ടി ഇന്ന് ഇത്തരത്തിലൊരു ചടങ്ങോട് സംഘടിപ്പിച്ചത് നമ്മുടെ നാടിനോടുള്ള ഒരു പ്രതിബദ്ധതയാണ്. നമുക്കറിയുന്നത് നമ്മുടെ നാട്ടിൽ പരിസ്ഥിതി വളരെയധികം മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ തന്നെ സംരക്ഷിക്കുന്നതിനും നാട്ടിലെ വിഷത്തൈകളൊക്കെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതൊക്കെ തന്നെ നട്ടുവളർത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഇന്നത്തെ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കാലാവസ്ഥ അനുയോജ്യമല്ലാത്ത രീതിയിലൊക്കെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്കറിയാം. കഴിഞ്ഞ വർഷം വയനാടൊക്കെ സംഭവിച്ചതൊക്കെ തന്നെ നമുക്കറിയാം. അതുപോലത്തെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരം ഭൂമിയുടെ നിലനിൽപ്പ് വരും തലമുറയ്ക്കായി ഉറപ്പാക്കാൻ ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ താഴെ പറയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ പാലിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രകൃതിയെ സംരക്ഷിക്കും. പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യുകയോ മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ ഇല്ല. പ്ലാസ്റ്റിക് ഒഴിവാക്കും. പരിസ്ഥിതിക്ക് ദോഷകരമായ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കും. ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ഒരിക്കലും മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയാതിരിക്കുകയും ചെയ്യും.
കൊടുത്തോളൊക്കെ വളരെ ഒരു നല്ല ഒരു മെസ്സേജാണ് തരുന്നത്. അപ്പൊ ഈ പ്രാണികളെ കൊണ്ടുപോയി നിങ്ങൾ വളർത്തി അതിലുണ്ടാവുന്ന ചക്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുടുംബ കൂട്ടായ്മകൾക്ക് നമ്മുടെ പ്രദേശത്തെ എല്ലാവർക്കും ഒരു പ്രാവീണ്യത നൽകിക്കൊണ്ട് ഈ പരിസ്ഥിതി ദിനം അതിഗംഭീരമായി കൊണ്ടാടി അടുത്ത വർഷവും നമ്മുടെ ഈ പരിസ്ഥിതി ദിനത്തിൽ ഈ പ്ലാവിന്റെ തൈ നല്ല രീതിയിൽ പരിപാലിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ കൗൺസിലർ മുൻനിർത്തി കണ്ട് പറയുകയാണ്, നെറ്റ്വ റെസിഡൻസ് അസോസിയേഷൻ അവർക്കൊരു പ്രത്യേക പ്രോത്സാഹന സമ്മാനം നൽകുകയും. മീഡിയ ന്യൂസ്, തിരൂർ.